السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وعملا وإيمانا كاملا. رب تمم بالخير والسعادة. وقال نبينا محمد صلى الله عليه وسلم: من أطاعني دخل الجنة ومن عصاني فأبى. صدق رسول الله. ബഹുമാനികളെ, പ്രഭാത നസീഹ ക്ലാസ് റൂമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുആ നമുക്ക് നസീഹയോട് കൂടെ നമുക്ക് കൊണ്ടുവരാം. ഇന്ന് കാലത്തായിരുന്നു ഡയാലിസിസ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഉച്ചയായിരുന്നു. പിന്നെ അതിൻ്റെതായൊരു സ്വാഭാവികത ഉണ്ടാകുമല്ലോ. അങ്ങനെയാണ് ഇന്ന് രാവിലെ കാലത്ത് നമുക്കത് നടത്താൻ കഴിയാതിരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിൻ്റെ നല്ല വക്താക്കളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിച്ചതും മനസ്സിലാക്കിയതും പ്രചരിപ്പിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അവൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ അള്ളാഹു നമുക്ക് ഉയർച്ച പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവൻ്റെ സ്വലാഹിയത്തിൻ്റെ അഹലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഷറുകളിൽ നിന്നും തിന്മകളിൽ നിന്നും നമുക്കെല്ലാം മുക്തത അള്ളാഹു നൽകട്ടെ. മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അവരുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. നമ്മുടെ ഇലാജുകൾ അള്ളാഹു വിജയിപ്പിച്ച് നൽകട്ടെ. വൈകാതെ തന്നെ അള്ളാഹുവെ, ഞങ്ങളുടെ ഇലാജുകളൊക്കെ വളരെ വൈകാതെ പെട്ടെന്ന് ഞങ്ങൾക്കത് പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. അതിൻ്റെ കടമ്പകളെ മറികടക്കാനും അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഖൈറു ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, യാ അല്ലാഹ്, മക്കളുടെ പഠനങ്ങളിൽ നല്ല പുരോഗതി പ്രദാനം ചെയ്യണേ. ഭൗതിക പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ പ്രയാസപ്പെടുകയാണ് മക്കൾ. അള്ളാഹുവെ, അവർക്ക് തർക്കീസ് നൽകണേ, ശക്തി നൽകണേ, മനഃശാന്തി നൽകണേ, പഠനങ്ങളിൽ ഉയർച്ച അവർക്ക് നൽകണേ. ഉദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള തൗഫീഖ് അള്ളാഹുവെ അവർക്ക് നൽകണേ. വിദേശത്തു നിന്നും മറ്റുമൊക്കെ പഠിച്ചു കഴിഞ്ഞു പോയവർ ഇൻ്റർവ്യൂ മറ്റുമൊക്കെ കഴിഞ്ഞ് ജോലിയുമായിട്ട് ബന്ധപ്പെടുന്ന മക്കൾ വിളിക്കാറുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ അനുയോജ്യമായ ജോലികളിൽ ഏർപ്പെടാനും റാഹത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഭർത്താക്കന്മാർ, വാപ്പാർ, സഹോദരങ്ങൾ, അങ്ങനെ വേണ്ടപ്പെട്ട പലവരും മക്കൾ ഒക്കെ ജോലികളിലാണ്. അവരുടെ ജോലികളിൽ ഉയർച്ച നൽകണേ, തറക്കി നൽകണേ. വിവാഹപ്രായവുമായിട്ടുള്ള മക്കളുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലാണ്. അവർക്ക് ഖൈറായ ലാഹിക്കായ യോജിച്ച ഇണകളെ അള്ളാഹുവെ സമ്മാനിക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമദാനിനെ അതർഹിക്കും വിധം പുൽകാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണേ. ദരിദ്രരിൽ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. പ്രയാസങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ. മാനം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഇലാജിനും മറ്റുമൊക്കെയുള്ള സാമ്പത്തികമായ അതിൻ്റെ വക അള്ളാഹുവെ ഞങ്ങൾക്ക് അറിയാവും വിധം അള്ളാഹുവെ മിൻ ഹൈസു ലാ യഹ്തസിബ് ഞങ്ങൾക്ക് എത്തിച്ചു തരണേ റഹ്മാനെ. അങ്ങനെയുള്ളതിലൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട്. അവരെ സഹായിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം ഞങ്ങൾക്കും നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ അർവാഹിനെ അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ ഉപ്പാരും ഉമ്മാരും വല്യപ്പാർ കൂട്ടുകുടുംബങ്ങൾ, നാട്ടുകാർ, അയൽവാസികൾ, ഉസ്താദുമാർ, എൻ്റെ ഉസ്താദ് അടക്കം അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകണേ. ദറജ ഉയർത്തി നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ദീനി വക്താക്കളായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതപരമായ കാഴ്ചപ്പാടിനനുസരിച്ച്, നമ്മുടെ ദീനി ബന്ധങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല അഭിപ്രായ ഭിന്നതകളും നമ്മുടെ മുമ്പിലൂടെ കേൾക്കുകയാണ്. എക്കാലത്തും ആലിമീങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ പുച്ഛിക്കാനും ഇകഴ്ത്താനും ഒരു പറ്റം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ ഖുർആൻ ശപിച്ചിട്ടുമുണ്ട്. അത് മറ്റൊരു വശമാണ് എന്ന് ആർക്കും തിരിയാത്തത് കൊണ്ടാണ്.
ആലിമിനെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ ആലിമിൻ്റെ അഭിപ്രായങ്ങളെ തിരസ്കരിക്കുമ്പോൾ, ആലിമിനോട് കടപിടിക്കുമ്പോൾ, ആലിമിനെ ഇകഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, ആലിമിനെ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന കേട് അത് വലിയതാണ്. ആലിമ് ആ മനുഷ്യൻ ആ നിലക്ക് കണ്ണ്, കൈ, കാല്, കണ്ണ്, മൂക്ക് എന്ന നിലയിൽ നമ്മളൊക്കെ ഒരേപോലെ തന്നെ. പക്ഷെങ്കിൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് അള്ളാഹു കനിഞ്ഞരുളിയ പരിശുദ്ധമായ ദീനുണ്ട്, ഇൽമ്. വമൻ ഊതിയ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആർക്കെങ്കിലും അള്ളാഹു ഇൽമ് കൊടുത്താൽ, ഹദീസ് അതിൻ്റെ വിജ്ഞാനം കൊടുത്താൽ, അവന് ഖൈറുൻ കസീറ അധികരിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗണത്തിൽ അവർ വരുമ്പോൾ, അവരെ ആക്ഷേപിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ദീനിനെ ആക്ഷേപിക്കലാവും. ദീനിനെ ആക്ഷേപിക്കുമ്പോൾ അത് അള്ളാഹുവിനെ ആക്ഷേപിക്കലാണ് എന്ന് ഹദീസ് വ്യാഖ്യാതാക്കൾ അതിനെ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോക്ക് ചെറിയൊരു കളിയല്ല, വലിയ കളിയിലേക്കാണ് എത്തിച്ചേരുന്നത്. കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് മഹാനായ ബാഫുക്കിത്തങ്ങൾ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അവരെ എന്തോ പറഞ്ഞപ്പോൾ ഒരു വലിയ മുതലാളി, കേട്ട് എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ്, കാല് പൊക്കിയിട്ട് ഞാനങ്ങ് ചവിട്ടുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആ കാല് താഴ്ന്നില്ല. പിന്നെ അവരെ കണ്ട് പൊരുത്തപ്പെടിക്കാൻ പോയി. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞല്ലോ അത് അള്ളാഹുവിനെ ഏൽപ്പിക്ക് എന്ന് പറഞ്ഞു എന്നുള്ള അഭിപ്രായം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മഹാന്മാരും മഹത്തുക്കളുമായ ആളുകളുടെ പേര് വെച്ചുകൊണ്ടുണ്ടാകുന്ന ഈ അഭിപ്രായ ഭിന്നതകളും അതിലൂടെ സഞ്ചരിക്കലും നമുക്കൊന്നും ഉചിതമായതല്ല. അതതിൻ്റെ വഴിക്ക് പോകും. പിന്നെ നമുക്കറിയാം, വലിയ മഹാപണ്ഡിതന്മാരായ ആളുകൾ അവരുടെ അഭിപ്രായങ്ങളിൽ പല അഭിപ്രായങ്ങളും വരും. ഇപ്പോൾ മഹല്ലി കിതാബ് നോക്കുമ്പോൾ അസഹ കാണും, സഹീഹൈന് കാണും, അൽഹർ കാണും, ഹൂറ് കാണും, ഖീല കാണും, ഇങ്ങനെ പല അഭിപ്രായങ്ങളും കാണും. ഇതൊന്നും അവരുടെ വാഗ്വാദങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ ഈ ചേരികളാവലോ ഒന്നുമല്ല. മറിച്ച് അത് ആ വിഷയത്തിൽ അവരുടെ ഗവേഷണം എന്നേ ഉള്ളൂ. ഇതൊന്നുമല്ല. അതിൻ്റെ നാലായാലത്തെത്താത്തതായ ആളുകൾ കിട്ടുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് അവരെ മോശമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേട്ട് വ്യസനിക്കുന്ന ഒരുപാട് മുഖലിസ്യങ്ങളായ മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ മുഴുവൻ ശാപവും ആ മനുഷ്യൻ്റെ തലക്കെട്ടിൽ വരും. അപ്പം നമ്മൾ വിചാരിക്കും, ഈ മനുഷ്യൻ്റെ തലക്കെട്ടിൽ വരുന്ന ഇവനത് കിട്ടുന്നില്ലല്ലോ, അവന് കിട്ടൂല. പക്ഷേ അവൻ്റെ മക്കളിലായിരിക്കും അത്, അല്ലെങ്കിൽ പേരമക്കളിലായിരിക്കും. നമ്മൾ വിചാരിക്കും ഒന്നുമില്ലാത്ത ഇവരെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ അപകടത്തിൽപ്പെട്ടുപോയത്, ഈ വാപ്പ ചെയ്ത തെറ്റിൻ്റെ പ്രതിഫലം അങ്ങനെയാണ് ചെലവില്ല. കുറ്റിയടിച്ചോൻ്റെ കുതിരയെ കൊന്നവർ എന്നൊരു പാട്ടുണ്ട് മുഹ്യിദ്ദീൻമാലയിൽ. അതായത് കുറ്റിയടിച്ചത് അവിടുത്തെ പ്രമാണിയാണ്, പക്ഷേ ആ കുറ്റിയടിച്ചോൻ്റെ കുതിരനെയാണ് കൊന്നത്. കുറ്റിയടിച്ചോൻ്റെ കുതിരനെ കൊല്ലാൻ കാരണം, അവനെ കൊന്നാൽ അവന് ഈ ദൃഷ്ടാന്തം മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അവനക്ക് മനസ്സിലാവാൻ വേണ്ടി അവൻ്റെ കുതിരനെ കൊന്നു എന്നതുപോലെ ചെയ്തവനല്ല, ചെയ്തവൻ്റെ പരമ്പരയിൽ അത് വരും എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോൾ പരിശുദ്ധമായ ആധികാരിക സംഘടനയുടെ ഒരു 100-ാം വാർഷികം നടക്കുമ്പോൾ കേരളക്കര എന്നല്ല, ഇന്ത്യ അല്ല, ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവനും ഒന്നടങ്കം ആഹ്ലാദത്തിമറുപ്പിലാണ് ഈമാനികമായിട്ട്. അതിന് തുരങ്കം വെക്കാൻ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വല്ല കേടുപാടുകൾ ഉണ്ടാക്കാൻ ഏതെങ്കിലും കുൽസിത ശ്രമക്കാരായ ആളുകളുടെ ശ്രമം ഉണ്ട്, നമ്മളത് കേൾക്കുന്നുമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഞാൻ മതപഠനത്തിന് ഇറങ്ങിയ കാലം, അതിൻ്റെ ഫസ്റ്റ് കൊല്ലമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 60-ാം വാർഷികം നടക്കുന്ന ഒരു സമയമുണ്ടായി കോഴിക്കോട് വെച്ച്. ഈ എളിയവൻ അതിന് പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. അന്ന് അതിൻ്റെ എല്ലാ മഹാരഥന്മാരുടെയും പ്രസംഗങ്ങൾ വീക്ഷിക്കുകയും അതൊക്കെ അന്ന് ഒരു ചെറിയ കടലാസിൽ നോട്ട് ചെയ്യുകയും ചെയ്യും. കാരണം പഠിക്കുന്ന കാലം അല്ലേ, തുടക്കം കുറിച്ചിട്ടല്ലേ ഉള്ളൂ, അതിൽ വല്ല പോയിന്റുകളും കിട്ടിയാൽ എഴുതി വെക്കും. അപ്പം അക്കാലത്ത് സ്വാഗത പ്രസംഗം നടത്തിയ ഒരാളുടെ പ്രസംഗം ഞാൻ ഓർക്കുകയാണ്. അതിൽ പറഞ്ഞു, അന്ന് ഈ സംഘടനയിലേക്ക്, ഈ പരിപാടിയിലേക്ക് വരുന്ന വാഹനങ്ങളെ ഞാൻ തടയുമെന്ന് ഒരാൾ പറഞ്ഞിരുന്നു പോലും. ആ പറഞ്ഞ ആളെ നിലമ്പൂർ ഭാഗത്തുള്ള ഏതോ ആളാണെന്ന എൻ്റെ ഓർമ്മയിൽ ഉള്ളത്. അത് ആ ചരിത്ര സത്യങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയും. ആ ആളെ അള്ളാഹു എന്ന് ബ്ലോക്കാക്കിയിരിക്കുകയാണ് എന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. എന്ന് വെച്ചാൽ അയാളെ ശാരീരികമായിട്ടുള്ളൊരു ബ്ലോക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത്. ഇതൊക്കെ ആ ആധികാരിക സംഘടനയുടെ ചില കുരുത്തക്കേടുകളാണ് എന്നതിൽ സംശയമില്ല. അപ്പോൾ ഈ പറയുന്ന ഈ ആളുകളുടെയൊക്കെ നിലപാടുകളും അവരുടെ അവസ്ഥകളും എവിടം വരെ എത്തുമെന്നുള്ളത്
നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അത് കാണണം, സന്തോഷിക്കണം എന്നല്ല. പക്ഷേ അതൊക്കെ ഈ വിദ്യാസമ്പന്നമായ നമ്മുടെ കേരളക്കരയിൽ ഉള്ള ആളുകൾ പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. പിന്നെ വിവേകവും അന്ധവുമുള്ള ആളുകൾ പറയുമ്പോഴും വിഷമമുണ്ട്. കാരണം ഖുർആൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്, ലാ തഖഫ് മാ ലൈസ ലക ബിഹി അൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മസ്ഊല. നിനക്ക് വിജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത ഒരു കാര്യത്തിന്മേൽ നീ നിലകൃതിയാവരുത്. വെച്ചാൽ നീ അതിന്മേൽ ചർച്ച ചെയ്യാൻ നിൽക്കരുത്. നിൻ്റെ കണ്ണ്, കാത്, നിൻ്റെ ഹൃദയം മുഴുവനും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഈ ഒരു ആയത്തിൻ്റെ പ്രഖ്യാപനം പേടിക്കണം എന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലാക്കിപ്പിക്കാം. അതുകൊണ്ട് ഞാനടക്കം നമുക്കൊക്കെ അതൊരു പാഠമാണ്. അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് പോകണ്ടല്ലോ, നമുക്ക് നല്ല വഴിയിൽ പോവാം. പക്ഷെ കേൾക്കുമ്പോൾ അതിന് മറുവശമുണ്ടോ എന്നെല്ലാം ചിന്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ചെറിയ ഒരു കരുന്തുമ്പൽ എന്ന നിലയിലാണ്, ഒരു പുൽക്കൊടി എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വിഷയം പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇക്കാര്യങ്ങളൊക്കെയും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ ഈ പവിത്രതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് പ്രിയപ്പെട്ട പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ അത്വഅനി, ആരെങ്കിലും എനിക്ക് വഴിപ്പെട്ടാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വല്ലാത്തൊരു വാക്കല്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ വഴിപ്പെടുക, അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചതും കാണിച്ചതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളെ ഉൾക്കൊള്ളുക, ആ പ്രവാചകനെ സ്നേഹിക്കുക, ആ പ്രവാചക മാതൃകയിലുള്ള ജീവിതം ചിട്ടപ്പെടുത്തുക. ആ പ്രവാചകൻ ഷഅബാനിനെ എങ്ങനെ വരവേറ്റു, റമളാനിനെ എങ്ങനെ വരവേറ്റു, ഒരു ദിനം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഒരു ശത്രുവിനോട് എങ്ങനെയാണ് പെരുമാറിയത്, ഒരു കുടുംബത്തോട് എങ്ങനെയാണ് പെരുമാറിയത്, ഭാര്യ സന്താനങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത്, സമൂഹത്തോട് എങ്ങനെ പെരുമാറി, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി എങ്ങനെയാണ് പെരുമാറിയത്. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളിലും പ്രവാചകനിലും മാതൃകയുണ്ടല്ലോ. ആ പ്രവാചകൻ പറഞ്ഞത് മൻ അത്വഅനി, ആ വിഷയങ്ങളിലൊക്കെ എനിക്കൊരാൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗം അവനക്ക് വാഗ്ദത്തം ചെയ്തിരിക്കാം. മൻ അസാനി, റസൂലുള്ളാഹിൻ്റെ പ്രഖ്യാപനങ്ങൾക്കും കൽപ്പനകൾക്കും പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കും അതീതമായ ഒരു വഴിക്ക് തിരിച്ചു പോകുന്നു, മാറു കാണിക്കുന്നു, തെറ്റ് ചെയ്യുന്നു എങ്കിൽ അവൻ ആ സ്വർഗം വിലക്കപ്പെട്ടതാണ്. സ്വർഗത്തെ പ്രവേശിക്കാൻ അവന് കഴിയില്ല. അത്രമാത്രം ഗൗരവമേറിയ ഒരു ഹദീസാണ് നമ്മെ പഠിപ്പിച്ചത്. ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ പരിശുദ്ധ ദിനത്തിൻ്റെ പ്രത്യേകതകളിൽ ആ പ്രവാചകൻ്റെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചിട്ടയാർന്ന ജീവിതത്തെ ധന്യമാക്കി മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ് നല്ല ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കെല്ലാവർക്കും ഇന്ന് ആ പ്രവാചക സ്നേഹത്തിൻ്റെ മധുരം ഉൾക്കൊള്ളാൻ എന്ന നിലയിൽ, ആ പ്രവാചകനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എന്നുള്ള നിലയിൽ ഇന്ന് നമുക്കൊക്കെ സൂറത്തുൽ ബഖറ ഒന്ന് ഓതാം. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും സൂറത്തുൽ ബഖറ ഇന്ന് ഫുള്ളായിട്ട് ഒന്ന് ഓതാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു 33 സ്വലാത്തും ചൊല്ലുക. ആ പ്രവാചക സ്നേഹത്തിൻ്റെ മൻ അത്വഅനി എന്ന് പറഞ്ഞതിൽ പെടണം എന്ന നിയ്യത്തിൽ നമ്മളതൊന്ന് ഓതുക. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം എന്നുള്ള നിയ്യത്തിൽ സൂറത്തുൽ ബഖറ ഒന്ന് ഓതണമെന്ന് പ്രത്യേകം ഏവരെയും ഓർമ്മപ്പെടുത്തിയിട്ട് നസീഹ വരികൾ മുമ്പിൽ വെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.